കോവിഡ് ബാധിച്ച് രാജ്യത്ത് 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 203 പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് 3961 പേർക്ക് കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായുണ്ട്. അനൂപ്, എങ്ങനെയാണ് ആരോഗ്യ മന്ത്രാലയം കാണുന്നത്? ഏതെങ്കിലും നിലയിൽ കൂടുതൽ ജാഗ്രതയുടെ ഒരു സാഹചര്യമുണ്ടോ? ആശുപത്രികളിലൊക്കെ സൗകര്യം മെച്ചപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോഴും കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത്. ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ള കേസുകളുടെ ഏതാണ്ട് 40% കേരളത്തിലാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് രാജ്യത്താകമാനം ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് പുതിയ കേസുകൾ 203 മാത്രം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 3961 എന്ന നമ്പറിലേക്ക് രാജ്യത്താകമാനമുള്ള സജീവ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വലിയ വർധനവ് ഈ കേസുകളുടെ കാര്യത്തിലുണ്ടായാൽ കൂടുതൽ ജാഗ്രതയിലേക്ക് നമ്മുടെ രാജ്യം പോയേക്കും. ശരി. അതേസമയം സംസ്ഥാനത്ത് കോവിഡിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത്. വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവാണ്. കേരളം കൃത്യമായി കോവിഡ് കണക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് ഈ കണക്കുകൾ വർദ്ധിക്കുന്നത്. ഇപ്പം നിലവിൽ കേരളത്തിൽ മഹാരാഷ്ട്രയിലുമാണ് രാജ്യത്താകെ നോക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ. അത് കൃത്യമായി പരിശോധന നടക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്.